മൂന്നാം ദിവസം രാവിലെ 7:55. ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ട്, പക്ഷെ രണ്ടുപേരും കൂടെ വേണം, പൊക്കാൻ രണ്ടുപേരും കൂടെ, രണ്ടുപേരും. പക്ഷെ അനീഷ് വരുന്നതിന് മുമ്പ് വേണം അനീഷിനെ Good one. You need to. It's a try. Well. രാവിലെ 8 മണി. ശരിക്കും മേടിച്ചുപോയി. ഞാൻ അറിഞ്ഞില്ല സത്യമായിട്ട്. ഇപ്പൊ അവര് തിരിച്ചുവിടെ കൊടുക്ക് അവിടെ വരെ ആ ലൈനിന്റെ അവിടെ വരെ പോയി. അപ്പൊ ഞാൻ എണ്ണിച്ചു, എങ്ങനെ എണ്ണിട്ടു എനിക്കറിയില്ല. കറക്റ്റ് ലൈനിലാണ് നീ നിന്നത്. ലൈനിലാണ് നിന്നെ വെച്ചത്. ജസ്റ്റ് മിസ്. എവിടെ? കറക്റ്റ് ലൈനിന്റെ ബോർഡറിലാണ് അവളെ വെച്ചത്. നാലാം ദിവസം രാവിലെ 8:05. മുഴം പോട്ടെ മാറിക്കൊടന്ത് കപത്തില് മാറ്റി പൊളിച്ച് ബിസ്റ്റാസ് മാക്കിറ സോമാറി ജമാക്കിറായ ബിസ്റ്റാസ് മാക്കിറ സോമാറി ജമാക്കിറായ ടമാലേ ടമാ 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 ടമാലേ ടമാ ടനകനകന ഡേ ഡേ ഡസ്കനകന ഡേ ഡേ ടണ്ടനക ടനകനക ഡേ 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 ഡേ. രാവിലെ 8:25. ബാക്കിയുള്ള എല്ലാവരേക്കാൾ കൂടുതൽ നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്നെ ഞാൻ അടുപ്പിക്കില്ല. ഇത് വെള്ളം പൂട്ട ചൂടുവെള്ളാണ് മഹാർക്കട വിട്ടെ. എന്നെ ഞാൻ പറഞ്ഞു എന്റെ തോളിൽ കൈയിട്ടോളാൻ. ഇപ്പൊ ഞാൻ പറയുന്നു എന്റെ ശരീരത്തിൽ നിന്ന് വിട്, എന്റെ ശരീരത്തിൽ നിന്ന് വിടാൻ. എനിക്ക് വിടാ, എന്റെ ശരീരത്തിൽ നിന്ന് വിടാ. അങ്ങനെ ഒരു ഇഷ്ടത്തോട് കൂടി നടക്കും. എന്റെ പെർമിഷൻ ഉള്ള സമയത്ത് മാത്രം എന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യുക. അതർവൈസ് സ്റ്റേ അവേ ഫ്രം മീ. ഓക്കെ സാർ, ഓക്കെ ക്യാപ്റ്റൻ. അങ്ങനെ വഴിക്കുക. ശരി അമ്ര. പോടാ ചൂല. ഈ ചൂലിനാടാ വിളിച്ച്. എടാ പോടാ ചൂല. ഓന്റെ ഒരു സുപ്രഭാതത്തിൽ ചൂലും കൊണ്ടുവരുന്നേ. പോടാ ചൂല. സുപ്രഭാതത്തിൽ ചൂലും കൊണ്ടുവരുന്നേ. പോടാ ചൂല്. രാവിലെ 9:30. പ്രതികരിക്കാതിരിക്കുവോ? അന്ന് ആ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് മറ്റാളെ മുള്ളംപന്നി പോലാണോ സെപ്റ്റി ടാങ്ക്? ഷാനവാസെ അല്ല, ഒരു മിനിറ്റ്. ചെല്ലപ്പേരാണോ? അതെ, ഇരട്ടപ്പേരാണോ? ഇരട്ടപ്പേരാണോ ചെല്ലപ്പേരാണോ? ഏതാണ് അവരുടെ ഇരട്ടപ്പേരല്ലേ?
പറഞ്ഞില്ല, ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മിണ്ടായിരുന്നത്. സ്വീകരിച്ചില്ലെങ്കിൽ ആ സോറി അങ്ങോട്ട് മേടിച്ചു. നീ മേടിക്കൊന്നും വേണ്ട. എനിക്ക് പറയാം, കേരളത്തിലെ സ്ത്രീകളുടെ മൊത്തം അട്ടിപ്പറാവകാശം രേണുസുതി എടുക്കണ്ട. അത്രേ ഉള്ളൂ. അനീഷിന് വേണേ പറയാലോ, പുരുഷത്വത്തെ അപമാനിച്ചെന്ന്. സ്ത്രീയും പുരുഷനും വരണ്ട. ചേച്ചി അങ്ങനെ പറയരുത്. വിധവകളെ പറ്റി പറഞ്ഞിട്ടില്ല ഇവിടെ ആരും. സ്ത്രീകളെ പറ്റിയും പറഞ്ഞിട്ടില്ല, വിധവകളെ പറ്റിയും പറഞ്ഞിട്ടില്ല. ചേച്ചിക്കാണ് ഈ പേരിട്ട്. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയാണ് പ്രതികരിക്കേണ്ടത്. അപ്പൊ അവിടെ വിധവകളെ പിടിച്ചിടരുത്, അവിടെ സ്ത്രീകളെ പിടിച്ചിടരുത്. രാവിലെ 10:55. വാക്പോര്, ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി. ഇപ്പോൾ ഒരു സംവാദത്തിന് സമയമായിരിക്കുന്നു. ഒരു പണി സംവാദം. റേസിംഗ് സ്റ്റാർസ് ബാഡ്ജ് കയ്യിലുള്ളവരോടാണ് നിങ്ങൾ വാക്പോരിന് തയ്യാറാവേണ്ടത്. ബാഡ്ജ് കയ്യിലില്ലാത്ത ബാക്കി ഹൗസ്മേറ്റിൽ നിന്ന് 3 പേരെ മറ്റെല്ലാവരും കൂടി സംവാദത്തിനായി തെരഞ്ഞെടുക്കുക. എന്തുകൊണ്ട് താൻ ബാഡ്ജ് അർഹിക്കുന്നുവെന്ന് ബാഡ്ജ് കയ്യിലുള്ളവരും എന്തുകൊണ്ട് അയാളേക്കാൾ താൻ അത് അർഹിക്കുന്നു എന്ന് ചലഞ്ച് ചെയ്യുന്നയാളും വാദിക്കുക. ബാഡ്ജ് ലഭിക്കുന്നവർക്ക് അടുത്ത 72 മണിക്കൂറിലേക്ക് ഇത് സ്വന്തമായിരിക്കും. ഇനി എന്റെ മനസ്സ് മാറുമോ എന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഗുഡ് ലക്ക് ബിഗ് ബോസ്. രാവിലെ 11:15. എന്റെ മലയാളം അത്ര നല്ലതല്ല, അപ്പോൾ പ്ലീസ് മനസ്സിലാക്കണം ഞാൻ എന്നതാണ് പറയണത്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ എന്തിനാണ് ബാഡ്ജ് വെക്കാൻ യോഗ്യത? ബിക്കോസ് ഐ ഡിഡ് ദ ടാസ്ക് വെരി വെൽ. ആ ബാഡ്ജിനെ വേണ്ടി നിങ്ങൾക്ക് കാണാൻ എൻ്റെ ശരീരത്തിൽ എത്ര വൂണ്ട് ഉണ്ടായി, എത്ര ആൾക്കാർ എന്നെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് എൻ്റെ മുട്ടിൽ മൊത്തം ബ്ലഡ് വന്നിട്ട് അത് എല്ലാ സാക്രിഫൈസ് ഞാൻ ചെയ്ത് ഞാൻ അതിനു വേണ്ടി കുറേ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ടാസ്കിൽ ഞാൻ എൻ്റെ 100% തന്നിട്ടുണ്ട്. പിന്നെ നിവിനും എൻ്റെ ഫിസ്റ്റ് ഫൈറ്റ് ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് കണ്ട അവൻ എങ്ങനെ ഞാൻ 3 ആൾക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ആ ബാച്ച് വിൻ ചെയ്തതാണ്. ആൻഡ് ഐ തിങ്ക് I deserve that. ഞാൻ യോഗ്യനാണ് because we both are from the same you are model. പിന്നെ ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്. ആസ് എ ഫാഷൻ കൊറിയോഗ്രാഫർ ഞാൻ ഇങ്ങനെ ഒരു രീതിയിലുള്ള മാച്ചില്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ കോൺഫിഡൻസിനാണ് അത് ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ നിങ്ങളുടെ മേത്തേക്ക് ചാടി വീട് അവിടെ ഉരുണ്ട് കിടന്നു. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും എൻ്റെ പുറത്ത് ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ എനിക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെപ്പോലെ എൻ്റെ കൈ ഇവിടെ മുറിഞ്ഞു അവിടെ മുറിഞ്ഞു ഞാൻ കാണിച്ചില്ല. കാരണം ഞാനിവിടെ ചോര ചീന്തുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് വന്നേക്കുന്നതെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചോരക്കാട് ഞാൻ എടുത്തില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് ഇടുപ്പും ഒരുപാട് സ്ഥലങ്ങളിലുള്ള ചോരകളും പാടുകളും എന്റെ വേദനകളും ബിഗ് ബോസ് കണ്ടതാണ്. പല പല സ്ഥലങ്ങളിലായിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആര്യന്റെ കാർഡ് പോലും അദ്ദേഹത്തിന്റെ ഇതുപോലും ഞാൻ അടിച്ചു മാറ്റി ഇതിന്റെ ഉള്ളിൽ കൊണ്ട് എടുത്ത് വെച്ചു. ഏതിന്റെ തലയുടെ ഉള്ളിൽ കൊണ്ട് എടുത്ത് വെച്ചു. അദ്ദേഹം മോഷ്ടിച്ചു. ഞാനൊരു കള്ളനായി, എല്ലാവരും പോയി ഞാനൊരു കള്ളനായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. കിട്ടിയ ബാഡ്ജ് സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം കടമയും നിങ്ങൾക്കായിരുന്നു. ആ ബാഡ്ജ് പോലെ എടുത്ത് പൊക്കി പിടിച്ച് കാണിക്കാൻ പറ്റാത്ത നിങ്ങൾ ഒരിക്കലും 100% ഡിസേർവിംഗ് അല്ല. സോ ഐ ആം ദ ഓൺലി പേഴ്സൺ ഹു ഡിസേർവ് ടു ഗെറ്റ് ദാറ്റ് ബാഡ്ജ്. ഐ വാണ്ട് ദാറ്റ് ബാഡ്ജ്. ഈ വീട്ടില് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഡ്രസ്സുകൾ ധരിക്കുക എന്നുള്ളത്. ഒരുപാട് കാശ് മുടക്കി ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇവിടെ ധരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ 7ന്റെ പണിയായിട്ട് എനിക്ക് ഈ ഒരു വന്ന ദിവസം തന്നെ നമുക്കൊരു ബാൻഡ്, അത് വളരെ ഫിസിക്കൽ ബ്രൂയിസിംഗ് ഉള്ളതായിട്ടുള്ള നമുക്ക് ഫിസിക്കലി ഡാമേജ് ആകുന്ന തരത്തിലുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് എന്റെ കുറച്ച് പാർട്ടിസിപ്പേഷൻ ആണ് ചെയ്തത്. ബിക്കോസ് ഈ ആദില നൂറ എന്ന് പറയുന്നത് അവർ 2 പേരായിരുന്നു. ഞാൻ അവരിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചിട്ടും അവരുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ബലവും ഇതും കൊണ്ട് എന്റെ ഈ കൈ ഒന്ന് ഈ ചെറുതായിട്ട് ഇതായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തോട്ട് വീഴുകയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ടാസ്ക് മാത്രം വെച്ചിട്ടല്ല ബിഗ് ബോസ് ഇവിടെ ഒരു ഡ്രസ്സുകൾ തരുന്നതെന്ന് പിന്നീട് ബിഗ് ബോസ് പറഞ്ഞു. ആ ടാസ്ക് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇവരൊരിക്കലും ആ ബാഡ്ജ് ഒന്നും ധരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ആരും അതിന്റെ വാല്യൂ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റ് ബിഗ് ബോസ് ടാസ്കുകളിലൊന്നും അത്ര സീരിയസ് ആയിട്ട് പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും 24/7 ബിഗ് ബോസിന്റെ ടാസ്കുകൾ മാത്രം നോക്കിക്കൊണ്ട് നടക്കുകയും അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിലെല്ലാം വളരെ സ്മാർട്ടായിട്ട് ആക്ടിവിറ്റി ചെയ്തു. ആ സ്മാർട്ട്നെസ് ഒന്നും അവരെ കാണാൻ സാധിച്ചിട്ടില്ല. സോ ബിഗ് ബോസിന് ഇന്ന് വരെയുള്ള ടാസ്ക് വെച്ചിട്ടാണ് താങ്കൾ ഇത് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 100% എനിക്കാണ് ആ ബാഗുകളും ആ ഡ്രസ്സുകളും അർഹിക്കുന്നത്. ഒരു പരിപാടിക്കും പങ്കെടുക്കാതെ ഇങ്ങനെ മാറിയിരിക്കുകയും ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുകയും ചെയ്യുന്ന അവർ വീട്ടിലെ ഡ്രസ്സ് ഇടാൻ മാത്രമാണ് യോഗ്യത. ഷാരു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ബാഡ്ജ് ഒട്ടും തന്നെ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ്
പുള്ളിക്കാരിന്റെ ഒരു എഫേർട്ട് ഇടുന്നതായിട്ട് കണ്ടില്ല. ഞങ്ങൾ രണ്ടുപേരെ എഫേർട്ട് 100 ആയിട്ട് കൊടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ആരെയും ഹാം ചെയ്യാത്ത രീതിയിലാണ് ആ ബാഡ്ജ് ഞങ്ങൾ തട്ടിയെടുത്തത്. എനിക്കത് പോയാൽ കിട്ടൂല, അല്ലെങ്കിൽ മാന്ത് കിട്ടും, പിച്ച് കിട്ടും, നുള്ളു കിട്ടും, അരിയിൽ എന്നെ കയറി ഇറുക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ ആരെ ഹാം ചെയ്യാണ്ട് കടിക്കാണ്ടുമാണ് നമ്മൾ അത് നേടിയെടുത്തത്. ഈ ബാൻഡ് എനിക്ക് വളരെയധികം ഡിസേർവിംഗ് ആണ്. കാരണം ഇത്രയും ചെറിയ കാലയളവിൽ ഇത്രയും 20 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്, അതും വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട്. ഒരു ടീം എഫേർട്ട് ആകുമ്പോൾ നമ്മൾ ടീം സ്വന്തമായിട്ട് ബ്ലെയിം എടുക്കണം. അത് മാത്രമല്ല ടീം സ്വന്തമായിട്ട് എല്ലാത്തിനും ക്രെഡിറ്റ് കൊടുക്കണം. അതുകൊണ്ട് ഫുൾ എൻ്റെ ടീമിന് ഞാൻ കൊടുക്കുന്നു. അതുപോലെ നോക്കുമ്പോൾ ആര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തം ടീമിനെ ചതിച്ച ഒരാളാണ്. അതായത് ഒരു ലക്ഷ്യത്തോടെ പോകുമ്പോൾ അയാൾ അത് സാധിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് അവരുടെ ടീമിൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ അയാൾ ഈ സൂക്ഷ്മക്കുറവ് കാരണം അയാളുടെ ടീമിൻ്റെ ചാൻസുകളും കളഞ്ഞു. ടീമിലൊരു മെമ്പറിനെ എവിക്ഷനിലേക്ക് നോമിനേറ്റും ചെയ്തു. അപ്പോൾ ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റേസ് കൊടുക്കുക? സ്വന്തം കാര്യം നോക്കുമ്പോൾ നമ്മൾ ടീമിനെ ചതിക്കുകയാണ്. നിങ്ങൾ ഫുഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല നിൽക്കുന്നത്, നമ്മൾ അവിടെ വാഷ്റൂം കഴുകാറുണ്ട്. പിന്നെ ഈ കാണുന്ന ബാൻഡ് ഞാൻ എത്രമാത്രം സ്നേഹിക്കണോ എനിക്കറിയാം. ഇത് നെവിൻ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ബാൻഡ്. ഞാൻ ഫുൾ വീട് ജെസിന്റെ പോയപ്പോൾ അവൾ കണ്ടുപിടിച്ചില്ല. പക്ഷെ എൻ്റെ ബാൻഡ് പോയപ്പോൾ ഞാൻ ഈ മൊത്തം വീട് ഇപ്പുറത്താക്കി. ആ സോഫ പോലെ വിട്ടില്ല. അമ്മാതിരി ഞാൻ എൻ്റെ തുണികൾ മാത്രമല്ല ഞാൻ ഈ ബാൻഡിനെ സ്നേഹിക്കുന്നു. പിന്നെ സ്വന്തം ടീമിനെ ചതിച്ചല്ല ഞാൻ. നമുക്ക് ഓപ്ഷൻ ഉണ്ടായത് 1-on-1 നീ 1-on-1 വരുമ്പോൾ നീ ആര് ചൂസ് ചെയ്യും? നിന്നെയാണോ മറ്റൊരു ഓപ്പോണന്റാണോ ചൂസ് ചെയ്യാൻ പോകുന്നത്? നിന്നെ ആയിരിക്കുള്ളൂ. അതാണ് ഗെയിം. അപ്പോൾ ചതിയല്ലാതെ എൻ്റെ അക്ബറെ അത് നമ്മൾ 1-on-1 ചാൻസ് കിട്ടിയപ്പോൾ പിന്നെ നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെയും ഞാൻ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു, ഞാൻ പോയിക്കോളാം ഞാൻ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞപ്പോൾ ഞാൻ തിരുത്തിയില്ല. ഞാൻ ഫസ്റ്റ് വീക്ക് ഓൾറെഡി എവിക്ഷനിലാണ്. 2 വീക്സ് എന്തിനാണ് അടുപ്പിച്ച് എവിക്ഷനിൽ പോകേണ്ടത്? അതാണ് എൻ്റെ മെയിൻ പോയിന്റ്. അതല്ലാതെ ഫുഡ് ഉണ്ടാക്കുന്ന റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ വാഷ്റൂം യൂസ് ചെയ്യില്ല എല്ലാവരും. ആ വാഷ്റൂം നമ്മൾ കഴുകുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ടീമും കഴുകുന്നുണ്ട്, എല്ലാവരും കഴുകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെ കൂടി ആവശ്യമുണ്ട്. അത്രമാത്രം ഞാൻ ഈ ബാൻഡിനെ സ്നേഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഉള്ള ടാസ്കിൽ ഞാൻ ഓടി സ്വെറ്റ് ചെയ്ത് എനിക്ക് വേറെ ഷർട്ട് ഇടാണ്ടി വരും എപ്പോഴും. അപ്പോൾ എനിക്ക് ഈ ബാൻഡ് വേണം, എനിക്ക് എൻ്റെ ഡ്രസ്സ് വേണം, എനിക്ക് എല്ലാം വേണം. രാവിലെ 11:40. ശ്രദ്ധിക്കുക, ഈ ഡിബേറ്റിൽ 3 റൗണ്ടിലും വിജയിച്ചത് ആരൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ തീരുമാനിക്കുക. ജിസൈലിന് വോട്ട് ചെയ്യുന്നവര് കൈ പൊന്തിക്കുക. 6 വോട്ടല്ലേ ഉള്ളൂ. ശരി, നെവിന് വോട്ട് ചെയ്യുന്നവർ 5, 6. അപ്പൊ തീർച്ചയായിട്ടും നെവിൻ വിജയിച്ചിരിക്കുന്നു. തോറ്റ സ്ഥാനാർത്ഥിക്കും അഭിനന്ദനങ്ങൾ. നെവിൻ, അഭിനന്ദനങ്ങൾ. Thank you, Big Boss. Finally. Thank you. Where is my clothes? അപ്പൊ അടുത്ത ആൾക്കാർ വരും. ശാരികയ്ക്ക് വോട്ട് ചെയ്യുന്നവർ കൈ പൊന്തിക്കുക. ശാരികയ്ക്ക് 6 വോട്ട്. ആദില എന്നൂറ. അതാ രണ്ടാമത്തെ മത്സരത്തിൽ ആദില എന്നൂറ വിജയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ ആദില എന്നൂറ. തോറ്റ സ്ഥാനാർത്ഥിക്ക് അഭിനന്ദനങ്ങൾ. ഒനീലിന് വേണ്ടി കൈ പൊക്കുന്നവർ കൈ ഉയർത്തുക. 5 വോട്ടുകൾ ഒനീലിന്. ആര്യന് വേണ്ടി കൈ ഉയർത്തുന്നവർ അത്ര ഉണ്ട്. സംശയാതീതമായി ആര്യൻ വിജയിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് ബിഗ് ബോസ്. കൺഗ്രാറ്റുലേഷൻസ് ആര്യൻ, അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച് ബിഗ് ബോസ്. അപ്പോൾ ആര്യൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഒനിൽ വെൽ പ്ലേഡ്. അല്ല, കറക്റ്റായിട്ട് ചോദിച്ചാ. ഉച്ചയ്ക്ക് 12:15. ഡിബേറ്റ് ടാസ്കിൽ പരാജയപ്പെട്ട ജിസേലിന്റെ വസ്ത്രങ്ങളും മുഴുവൻ വസ്തുക്കളും എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ വെക്കേണ്ടതാണ്. മതിയായാലും നിങ്ങൾക്ക് എന്നാ കുശുമ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കൈ പൊക്കിയില്ല. എനിക്ക് മലയാളം അറിയത്തില്ല. അപ്പൊ ഞാൻ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? കോമൺ സെൻസ് ഇല്ലേ? ആരാണ് ഇങ്ങനെ ഇത്ര ഇത് ചെയ്തത്? ഇവൻ ചെയ്ത എല്ലാ ടാസ്ക് ഇല്ല. പിന്നെ എന്തിനാ ഇവനെ തുറന്ന്? ജസ്റ്റ് ബിക്കോസ് ഡിബേറ്റിൽ പറഞ്ഞ് ഞാൻ ഇത് ചെയ്ത് ഡസന്റ് മാറ്റർ. മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആണ് കേട്ടത്. നിങ്ങളുടെ പറയണതല്ല അത്. ഊരത്തില്ല. അപ്പോ വെക്കും. എന്താണ് നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം? നിങ്ങൾ പോയി ഹിന്ദിയിൽ പറയാൻ, നിങ്ങൾക്ക് ഒരു വേർഡ് പറയാൻ പഠിക്കാത്ത ढंग से. അപ്പൊ നിങ്ങൾ കിട്ടത്തില്ല. എനിക്ക് ഹിന്ദി കിട്ടത്തില്ല. കാര്യം എനിക്ക് ഹിന്ദി അറിയത്തില്ല. എനിക്ക് മലയാളം കിട്ടിയല്ലോ. അവൻ നല്ലതായിട്ട് സംസാരിച്ചോണ്ടാണ് എന്നെ സംസാരിച്ചത്. ഫാഷൻ മോഡലാണ്, അതുകൊണ്ട് കിട്ടി. അതൊരു റീസൺ ആണ്. പക്ഷെ എനിക്ക് സ്പീച്ച് തരാൻ അറിയത്തില്ല മലയാളത്തിൽ. ഉച്ചയ്ക്ക് 12:45.
ഗെയിമാണ്. ഞാനത് പബ്ലിക്കിന് വേണ്ടി പറഞ്ഞു. ഞാനത് ഗെയിമാണത്. ഞാൻ പറഞ്ഞു. ഗെയിം തീർന്ന് ബിഗ് ബോസ് ആദ്യമേ പറഞ്ഞു. മിഷേലിന്റെ മിഷേലല്ല ഞാൻ. നീ പിന്നെ കുവിനാണ്. എനിക്കറിയാം നീ എപ്പോഴും പറയണേ ഈ എനിക്കും പറയാ കുവിൻ പെവിൻ. ഞാനും പറയാം. അല്ല ഇവനെ അറിയാം. എനിക്കറിയാം ഇവനെ അറിയാം. ഇത് ഇവന്റെ ഇത് അതാണ് ഡിഫൻസ് മെക്കാനിസമാണ്. നിന്റെ ഈ ആൾക്കാരെ പോയി ഇങ്ങനെ ഉമ്മ വെച്ച് നല്ല കളിക്കണം അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ നല്ല ലെവലുണ്ട്. You can be very sweet to everyone, but then you also have your game plan, which is a petty game plan. പക്ഷേ എന്റെ ബാൻഡ് വേണോ? ഞാൻ തിരിച്ചു തരാം. എനിക്ക് വേണ്ട. എന്റെ ബാൻഡ് നീ എടുത്തിരിക്കും. ഇല്ല. അല്ല ആ ബാൻഡ് ആരാന്നറിയാമോ എടുത്തത്? ഏത് ബാൻഡ്? ജിസേലിന്റെ ബാൻഡ്. ഇപ്പൊ ഞാൻ അറിഞ്ഞത്. ഇപ്പൊ പറഞ്ഞു ആ ബാൻഡ് ആരെടുത്തത് പറയട്ടെ. എന്റെ അടുത്ത് ദേഷ്യമില്ലെങ്കിൽ ഞാൻ പറയാം. അക്ബർ. ഇപ്പഴെന്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അതെ അതുകൊണ്ട് അവന്റെ അത് പോയില്ലേ, അത് നല്ല കർമ്മമാണ്. നിങ്ങൾ എന്റെ ബാൻഡ് സ്റ്റീൽ ചെയ്ത് അതുകൊണ്ട് നിങ്ങളുടെ കർമ്മം കിട്ടിയതാണ്. നിങ്ങളുടെ റെഡ് അത് പോയില്ലേ സ്റ്റോൺ, അത് നിങ്ങളുടെ കർമ്മമാണ്. നിങ്ങളുടെ ഗോൾഡ് സ്റ്റോണും പോയി നിങ്ങളുടെ നോമിനേഷൻ അത് നിങ്ങളുടെ കർമ്മമാണ്. നിങ്ങൾ എന്റെ ബാൻഡ് സ്റ്റീൽ ചെയ്തല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് കർമ്മം കിട്ടി നിങ്ങളുടെ. അതെ ഒന്നും പറയണ്ട. അത് കണ്ട അങ്ങനെയാണ് ഗോൾഡ് പോയതിനു ശേഷമാണ് എനിക്ക് ആ ബാൻഡ് കിട്ടിയത്. നോമിനേഷൻ ആയില്ലേ, ഗോൾഡ് അത് പോയില്ലേ. ഗോൾഡ് പോയതിനു ശേഷമാണ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയ. ഗോൾഡ് പോയതിനു ശേഷമാണ് അത് ഇനി പറയാൻ പറ്റില്ല. അതിനി അറിയില്ലല്ലോ. ഉച്ചയ്ക്ക് 12:50. നെവിനെ അറിയാം. നെവിൻ എന്നെ പറഞ്ഞല്ലോ. നെവിൻ ഹൗ ഫേക്ക് ഇസ് നെവിൻ. ഇപ്പം എനിക്ക് ബാൻഡ് വേണം. നെവിൻ ഒരു വർഷം പറഞ്ഞ അക്ബറുടെ കയ്യെ ബാൻഡ് ഉണ്ട് പറഞ്ഞില്ലല്ലോ. മൊത്തം കഴിഞ്ഞിട്ടാണ് പറയണത്. ഞാൻ അവിടെ കബോർഡിൽ നിന്ന് അവളുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ടതല്ല. അവിടെ ഇവിടെ ഊരിടുമ്പോ ഞാൻ എടുത്ത് മാറ്റി. നിങ്ങളുടെ സ്റ്റോൺ പോയില്ല. എനിക്ക് നല്ല സന്തോഷം. നോമിനേഷൻ വന്നില്ല, അത് സന്തോഷം. അത് എനിക്ക് നോമിനേഷനിൽ വരണമായിരുന്നു. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? നോമിനേഷനിലല്ലേ? നിങ്ങൾ ആ സെയിം ആയില്ലേ, ഗോൾഡ് വിൻ ചെയ്ത് കഴിഞ്ഞിട്ടും. ഇതിനു വേണ്ടി ഗെയിം തരും. നമ്മളെല്ലാവരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. നീ ഞാൻ കാര്യം മോനെ മറ്റല്ല, അത് കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാം. മോനെ അല്ല അബി പറയാൻ പറ്റുമെങ്കിൽ പറ. സീരിയസ് ആയിട്ട് സംസാരിക്കണം. സീരിയസ് ആയിട്ട് എന്തോ ആയിക്കോട്ടെ. ആ സമയത്ത് പറയാൻ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. ഉച്ചയ്ക്ക് 1:20. സ്റ്റൈലിസ്റ്റ്. ഞാനിവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നേക്കുന്നത്. ഇവരൊരു പച്ചക്കറി അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ പോലും ഐ ഡു ഡ്രസ് അപ്പ് വെൽ. ഒരു 72 മണിക്കൂറെങ്കിലും എനിക്ക് ഡ്രസ്സ് തരുമോ? കുറച്ച് ആ ഇടാനായിട്ടുള്ള അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് ഇത്രയും ദൂരം ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതിനുള്ള ഒരു കുറച്ചെങ്കിലും എനിക്ക് ഡ്രസ്സ് തരുമോ പ്ലീസ്? എന്നിട്ട് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതെ അതിൻ്റെ ആ പെട്ടി മുഴുവൻ ഒരു ദിവസം ഒരു ഡ്രസ്സ് ഇടാനായിട്ടുള്ള ഒരു ആഗ്രഹം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇതുവരെ ഇല്ലാത്തത്. ഇങ്ങോട്ടേക്ക് എന്തിനാ നോക്കുന്നത്? ഞാൻ ഡ്രസ്സ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഞാനവിടെ എത്രയോ വട്ടം ഞാൻ ചോറ് തിന്നാൻ വേണ്ടി അവിടെ വന്നിരുന്നു. നോക്കിയോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ബാക്കി എല്ലാവരും വരും, എന്നെ വേണ്ട. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ വേണം. വേണ്ട. അത്രയ്ക്കൊന്നും സ്നേഹം എന്നെ ഇപ്പോഴത്തെ കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങളോട് ഞാൻ മിണ്ടത്തില്ല, ഈ ക്യാമറയോട് ഞാൻ മിണ്ടത്തില്ല. പൊയ്ക്കോ. ഉച്ചയ്ക്ക് 1:25. ജിസയില് എന്നെ മൈൻഡ് ചെയ്യൂല. ജിസേലിനോട് പ്രശ്നമുണ്ട്. ഇല്ല, ഞാനത് മാറ്റി വെച്ചില്ല. ഞാനാ മാറ്റി വെച്ച ബാൻഡ്. അതാണ് ആ ബാൻഡ് മാറ്റി വെച്ചാൽ അവളുടെ കോൺഫിഡൻസ് പോയി. പിന്നെ മറ്റവനാണെങ്കിൽ 5 ഡയലോഗ് ലാസ്റ്റ് പിടിച്ച് ഈ ബാൻഡ് പൊക്കി പിടിക്കാൻ നിനക്ക് പറ്റണില്ല എന്നൊരു സാധനം അവനും അടിച്ചു. ജിസേലിന്റെ കോൺഫിഡൻസേ അവളിടുന്ന ഡ്രസ്സില്ല, അത് പോയി. അല്ല, ബാൻഡ് ഇല്ലാണ്ടായപ്പോ തന്നെ ആ സാധനം അവൾക്ക് അപ്പൊ തന്നെ കോൺഫിഡൻസ് കൂടാ. പിന്നെ ചിന്തകളൊന്നും വരൂല. അങ്ങനെയുള്ള നമ്മുടെ മൈൻഡ് ഗെയിം അടിച്ചിടുക. അതെ. ഉച്ചയ്ക്ക് 1:30. അനീഷേട്ട പിന്നെ സഹിക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് എനിക്ക്. ഞാൻ അക്ബർക്കടെ എനിക്ക് ഇഷ്ടമല്ല പുള്ളിയുടെ സ്വഭാവം. പുള്ളിയുടെ നോട്ടമൊന്നും ശരിയല്ല. പുള്ളി എന്നെ നോക്കുന്ന നോട്ടം എനിക്ക് ഇഷ്ടമല്ല. കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പേടിയാവും. എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നുന്നു. ഈ അനുവിനെ പോലത്തെ ആൾക്കാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് ചുമ്മാ അങ്ങ് ഓളം വെച്ച് പുന്നാരിപ്പിച്ച് ആദ്യം പുറത്താക്കേണ്ടത് ആദ്യം പുറത്താക്കേണ്ടത് അനുശേഷനാണ്. കാരണം നല്ലൊരു ടാർഗറ്റ് ആണ് അനുശേഷൻ. ഗോൾഡൊക്കെ മോഷ്ടിച്ചോളൂ.
ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം ജാമ്യം കൊണ്ടുപോയിട്ട് ഒരു കുത്തും കൊടുത്ത് ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞു പോയാലോ? അതാകുമ്പം സ്വർണവും കിട്ടി, വിറ്റ പൈസയാവും, ജീവിതം സെറ്റില്. ബിഗ് ബോസിലും വന്ന് ഇവളുടെ അരയിലൊരു അറിഞ്ഞാണോണ്ടെന്ന് ഗോൾഡ് ബാത്റൂമിൽ കയറി നോക്കണല്ലോ. ക്യാപ്റ്റൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ചെക്ക് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. ചേട്ടനോട് പറയാ. 4-ാം ദിവസം ഉച്ചയ്ക്ക് 1:55. ജിസേൽ എഴുന്നേറ്റ് നിൽക്കുക. ജിസേൽ, നിങ്ങൾ കരുതുന്നുണ്ടോ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളാണെന്ന്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടുത്തെ നിയമങ്ങൾ. ബാഡ്ജില്ലാതെ സ്വന്തം വസ്ത്രങ്ങളും വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമം ജിസേൽ തെറ്റിക്കുന്നത് ബാക്കി എല്ലാവരും നേരിട്ട് കണ്ടതാണ്. ജിസേലിന്റെ ഈ നിയമലംഘനം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? തുണി മാറാൻ വെച്ചിരിക്കുവാണ് ബാത്റൂമിൽ. മാറും ഇപ്പം. തോന്നുന്നില്ല. തുണി മാറാൻ സ്ഥലമില്ലായിരുന്നു. തോന്നുന്നില്ല. ജിസേലിന് ഇവിടെ നിന്ന് നൽകുന്നതല്ലാത്ത ജിസേലിന്റെ സ്വന്തം മുഴുവൻ വസ്തുക്കളും നിർബന്ധമായും ഇപ്പോൾ തന്നെ സ്റ്റോർ റൂമിൽ വെക്കേണ്ടതാണ്. ഇപ്പം പോട്ടെ. 4-ാം ദിവസം വൈകിട്ട് 4:05. ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി. ഇത് നിങ്ങളുടെ വീക്കിലി ടാസ്കിന്റെ 2-ാം ദിവസം. ഇന്നലെ ഷാനവാസിന് ഗോൾഡൻ കോയിൻ ലഭിച്ചതിനാൽ നോമിനേഷൻ പവർ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഷാനവാസ് തിരഞ്ഞെടുക്കുന്ന പാർട്ണർ ഈ റൗണ്ടിൽ ഗോൾഡ് കോയിൻ എടുത്താൽ മാത്രമേ ഈ പവർ ലഭിക്കുകയുള്ളൂ. ഇത്തവണ പണിയുടെ കറുത്ത കോയിൻ ഉണ്ടായിരിക്കില്ല, പകരം ഡെസ്റ്റിനി കോയിൻ ഉണ്ടാവും. അതിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വിധി എന്തുമാവാം. ചില പ്രത്യേക പവറുകളുള്ള കോയിനാണ് എന്ന് മാത്രം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ശ്രദ്ധിക്കുക, ഇന്നലെ കോയിൻ ലഭിക്കാത്തവർക്ക് ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. 3 തവണകളായാണ് ടാസ്ക് നടക്കുക. ആദ്യ 2 റൗണ്ടുകളിൽ 3 പേർ വീതവും 3-ാമത്തെ റൗണ്ടിൽ 2 പേർ വീതവുമാണ് മത്സരിക്കേണ്ടത്. ഗാർഡൻ ഏരിയയിൽ ഒരു പോഡിയം ഉണ്ടാവും. പോഡിയത്തിലായി ഒരു വലിയ ബോക്സും ബോക്സിൽ ചുവപ്പ് നിറത്തിലുള്ള കോയിനുകളും ഉണ്ടാവും. അറിയിപ്പ് ലഭിക്കുമ്പോൾ പോഡിയത്തിന് ചുറ്റുമുള്ള വൃത്താകൃതിയിൽ മത്സരാർത്ഥികൾ നിൽക്കണം. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ബോക്സിന്റെ വശങ്ങളിലുള്ള ദ്വാരങ്ങളിലൂടെ ഇരു കൈകളും കടത്തി പരമാവധി വേഗത്തിൽ കോയിൻ ശേഖരിക്കുക. അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോൾ മത്സരം അവസാനിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പരമാവധി കോയിനുകൾ ശേഖരിക്കാൻ ശ്രമിക്കണം. കാരണം എല്ലാ റൗണ്ടുകളിലുമായി ഏറ്റവും കൂടുതൽ കോയിൻ ലഭിക്കുന്നവർക്കായിരിക്കും ഇത്തവണ പണിപ്പുരയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്നത്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. വൈകിട്ട് 4:10. ആരുടെയൊക്കെ കൈകളിലാണ് ഇപ്പോൾ കോയിനുകളുള്ളത്? എത്ര പേർ എഴുന്നേറ്റ് നിൽക്കൂ. എങ്കിൽ ഇവർ മാത്രമേ കളിക്കൂ. പക്ഷെ തൽക്കാലം നമ്മൾ വേണമെങ്കിൽ എണ്ണം പറയാം. ഇത് പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ടാസ്കാണ്. അതുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ പണിപ്പുര പ്രവേശനം റദ്ദാക്കപ്പെടും. ആരുടെയൊക്കെ കയ്യിൽ എത്ര കോയിനുകൾ? സർ 4 കോയിൻ, 2 റെഡ്, 1 ഗോൾഡ്, 1 ബ്ലാക്ക്. ഐ തിങ്ക് ഇപ്പോൾ 1, 2, 3, 4 കയ്യിൽ. എന്റെ കയ്യിൽ 5 റെഡ് കോയിൻ, 1 ബ്ലാക്ക്, 1 റെഡ്. 5 റെഡ്, 1 ബ്ലാക്ക്, 2 റെഡ്. 5 റെഡ്, 1 ബ്ലാക്ക്, 1 ഗോൾഡ്. 2 റെഡ്, 2 ബ്ലാക്ക്. ഷാനവാസ് പാർട്ട്ണറായി ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതെ, ആര്യൻ. വൈകിട്ട് 4:30. സ്റ്റോപ്പ്. 14. ബിഗ് ബോസ് റന ഫാത്തിമ 14, 10, 13, 14. ബിഗ് ബോസ് ജിസേൽ 14, ബിഗ് ബോസ് ബിന്നി 13. ഒന്ന് 2 18 കേട്ടോ. 18 അബി, 12 അനീഷ്, 15 ഷാനവാസ്, 15. കാണുന്നില്ലടാ. 15, 16, 17. ഷടാ. 22, 23.
വൈകിട്ട് 4:45. ഇതെന്താണെന്ന് മനസ്സിലായോ? ഡെസ്റ്റിനിയുണ്ട്. അതെ, ഗോൾഡ് കോയിനും ഡെസ്റ്റിനി കോയിനും. അക്ബറാണ് ടാസ്കിന്റെ ഇന്നത്തെ ഈ ഘട്ടത്തിലെ വിജയി. അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിഗ് ബോസ്. രണ്ടാം സ്ഥാനം അഭിലാഷ്. അഭിനന്ദനങ്ങൾ. അക്ബറിന് തീരുമാനിക്കാം ഈ 2 കോയിനുകളിൽ ഏത് സ്വന്തമായി എടുക്കണമെന്നും ഏത് അഭിലാഷിന് കൊടുക്കണമെന്നും. അക്ബർ ഏതാണ് എടുത്തത്? ഡെസ്റ്റിനി. അഭിലാഷ് ഏതാണ് കിട്ടിയത്? ഗോൾഡ് കോയിൻ. അക്ബർ, ഡെസ്റ്റിനി കോയിനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്പെഷ്യൽ പവർ പുകഞ്ഞുകൊള്ളിപ്പുറത്ത് എന്ന നൈറ്റ് ടാസ്കിൽ അതിൽ പങ്കെടുക്കുന്ന 4 പേരിൽ ഒരാളെ വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കാം. പകരം ഒരാളെ വീടിന് പുറത്തേക്കാക്കാം. അതായത് സ്വാപ്പിംഗ്. ഷാനവാസ് ഖാനെ ഞാൻ ഉള്ളിക്കാക്കാണ്. പകരം ഞാൻ രഞ്ജിത്തേട്ടനെ സ്വാപ്പ് ചെയ്യണം. അഭിലാഷിന്റെ ഗോൾഡൻ പവർ. ഷാനവാസിന് നേരത്തെ ലഭിച്ച ഗോൾഡ് കോയിന്റെ സൂപ്പർ പവർ നഷ്ടമായിരിക്കുന്നു. അതിന്റെ പരിണതഫലമായി ഷാനവാസ് പാർട്ണറായി തെരഞ്ഞെടുത്ത ആര്യൻ, ഷാനവാസ് എന്നിവരിൽ നിന്നും ഒരാളെ അടുത്തയാഴ്ചയിലെ നോമിനേഷനിലേക്ക് അഭിലാഷിന് ഇപ്പോൾ നേരിട്ട് തിരഞ്ഞെടുക്കാം. ബിഗ് ബോസ്, ഞാൻ ഷാനവാസിനെ സെലക്ട് ചെയ്യുന്നു. കാരണം ഇന്നലെ ഈവനിങ് ഉണ്ടായിരുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഈ ബ്ലാക്ക് കോയിൻ ഫസ്റ്റ് പോയ അനീഷ് ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, റെനെ ആയിക്കോട്ടെ, അത് വളരെ ഗംഭീരമായി ചെയ്തു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ സെക്കൻഡ് കിട്ടിയൊരു ടാസ്ക് അത് വന്ന 2 ടീംമേറ്റ്സ് അധികം നന്നായി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അതിലും ഗംഭീരമാക്കാമായിരുന്നു. അനീഷിനോടുള്ള ഒരു പകപോക്കലായിട്ട് മാത്രമായിട്ട് എനിക്ക് അതിലൊതുങ്ങി പോയതായിട്ട് തോന്നി. അക്ബർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. വൈകിട്ട് 5 മണി. ഷാനവാസ് അത് കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ അവനൊരു ഹീറോ പരിവേഷം കിട്ടും. അത് എനിക്ക് കൊടുക്കണ്ട. അത് പിന്നെ ഒരുപാട് കാരണങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്. ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. 6 ദിവസം ഉറങ്ങാതെ പിടിച്ചു നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായക പരിവേഷം കിട്ടും. പുള്ളി മെഡിസിൻസ് എടുക്കുന്ന അങ്ങനെ അയാള് ഗെയിം അധികം കളിക്കാണ്ട് ഹീറോ ഉണ്ട്. അവളാണ് ഈ മറ്റേ കുത്തിരിപ്പുണ്ടാക്കണം. പെണ്ണുങ്ങളുടെ മാത്രം റൗണ്ട്. എന്താ വിശ്വാസമില്ലേ ഗെയിം ഇറങ്ങി ജയിക്കാൻ? ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും വലിയ വിഷം. സത്യം വിഷം. എന്തൊരു കളിയാണ് വിഷം. അവൾ ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞേ, ഞാനേ ഒരു ഡോക്ടർ മാത്രമല്ല, ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാ. സീരിയല് ഞാൻ ഇവിടെ കളിക്കാനാ വന്നത്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. കളിക്കും. വൈകിട്ട് 5:20. സരിക ഇയാളല്ലെങ്കിൽ സരിക കറക്റ്റാണ്. ഇന്നത്തെ ഗെയിമിൽ ഉറങ്ങുന്ന ഒരാളെ തന്നെ കറക്റ്റ് അവിടെ പിടിച്ചെന്ന് അയാൾ ഉറങ്ങിപ്പോയി ഒന്നവിടെ കൊണ്ടുവച്ച അയാൾ എന്തായി? ഔട്ടായി. അല്ല, പുള്ളി ഔട്ടാകാൻ പാടില്ല. പുള്ളി ഇന്ന് വർക്ക് ചെയ്യണം. ഒരാളുടെ മറ്റേ നിങ്ങളെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് സെലക്ട് ചെയ്ത് പുറത്ത് കിടക്കാൻ. ഇത് ഒരാൾ സെലക്ട് ചെയ്തിട്ടാണ് അയാൾ പുറത്ത് പോകാൻ പാടില്ല. ശൈത്യനെ ഉള്ളിലിട്ടിട്ട് ഡോക്ടറെ വെളിയിലാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് നോമിനേഷൻ അല്ലടിയാ, ഇവിടെ ഉറങ്ങി. ബിന്നി ഉറങ്ങുകയും ചെയ്യും. ബിന്നിയെ തൂക്കിയെടുത്ത് കിടത്ത എളുപ്പമാണ്. ബിന്നിക്ക് വെയിറ്റ് കുറവായിരുന്നു. എന്റെ മൈൻഡിലായിരുന്നു. ഉറങ്ങും. കാരണം ബിന്നി ഉറക്കപ്രാന്തിയാണ്. ഉറങ്ങും. ബിന്നി ഇന്നലെ മാത്രമേ പിന്നെ ബിന്നിയുടെ ഈ ഷോ നിർത്തായിരുന്നു. അളിയന്റെ മനസ്സിൽ തോന്നിയത് ചെയ്തു. അതിലിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിൽ കണ്ടത് ഇങ്ങനെയായിരുന്നു. കറക്റ്റ് ടൈമിൽ ഉറങ്ങണത് ഇയാള്. പക്ഷെ അതുപോലെ വീക്കി കയറി പിടിച്ചെന്നു തോന്നിപ്പോ എനിക്ക്. കയറി പിടിച്ചു എന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ല. രണ്ടും ഉണ്ട് കേട്ടോ. ഞാൻ ആളുടെ ഗെയിമും രണ്ടും കൂടി നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. വൈകിട്ട് 5:55. ബാഡ്ജ് കൈവശമില്ലാത്തവർ അനുമതിയില്ലാതെ എന്തെങ്കിലും സാധനങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടോ? അത് വസ്ത്രങ്ങളാകാം, പാദരക്ഷകളാകാം, കോസ്മെറ്റിക് ഐറ്റംസ് ആകാം, മറ്റു വസ്തുക്കളാകാം. ഉള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. ഹെയർ ബാൻഡ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനിയും നിയമം ലംഘിച്ചാൽ
കർശനമായ നടപടി നേരിടേണ്ടി വരും. ഇപ്പോൾ അനുമതിയില്ലാതെ കൈവശം വെച്ച എല്ലാ സാധനങ്ങളും ഇപ്പോൾ തന്നെ തിരികെ സ്റ്റോറൂമിൽ വെക്കേണ്ടതാണ്. വൈകിട്ട് 6 മണി. ബിഗ് ബോസ് ഇപ്പോഴും ആ സാധനം എടുത്ത് മേക്കപ്പ് ചെയ്തിട്ടോണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. ചേച്ചി അതല്ല ചേച്ചി, ബിഗ് ബോസ് ആണ് ചോദിക്കണത്, നമ്മളാരുമല്ല ചോദിക്കണത്. അവർക്ക് അതാണ് ഓവർ ഷോ എന്ന് പറയുന്നത്. പണി കൊടുത്താലും അതാണ് ഓവർ ഷോ എന്ന് പറയുന്നത്. മേക്കപ്പ് ഉപയോഗിച്ചില്ല. ചോദിക്ക് ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചു. എനിക്ക് ഉപയോഗിച്ചൂടെ കൊടുക്കുന്നതിന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ ക്യാപ്റ്റനോട് ബിഗ് ബോസിന്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് ഇവന്റെ എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് വാങ്ങി വെക്കണം. ഇവന്റെ ഇട്ടിരിക്കുന്ന ഡ്രസ് അടക്കം വരെ ബിഗ് ബോസ് വാങ്ങണം. കാരണം ഇവൻ ചതിയലാണ്, ഒളിപ്പിച്ചു വെച്ചേക്കാണ് ബിഗ് ബോസ്. നിന്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കണം അവിടെ. ഞങ്ങള് അവളുടെ ഡ്രസ് വെച്ച് കണ്ടുപിടിക്കാനല്ല നമ്മളെ പരിപാടി. അതാണ് ഷാനവാസോട് പെരുമാറുണ്ട്, അവളോടും പെരുമാറും. മണ്ടനാണ് നീ. മണ്ടൻ നിന്റെ വീട്ടിലുള്ളവര് മണ്ടൻ. നിന്നെ പോലെ ഒരു തിരുമണ്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതായത് നിന്നൊക്കെ ഫുള്ളാക്കിയിട്ട് ഞാൻ സാധനം ഇവിടെ മാറ്റി വെച്ചത്. ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്തോ? ഇല്ല. ക്രീം യൂസ് ചെയ്തോ? ഇല്ല. ബട്ട് ഞാൻ കീപ്പ് ചെയ്തു. നിങ്ങൾ കൂടെ ചെയ്യണമായിരുന്നു, ചെക്ക് ചെയ്യണമായിരുന്നു അതിന്. ആ പോയിന്റ് ഞാൻ നോട്ട് ചെയ്തു. അത് ഞാൻ പറയില്ല. ആ ടാസ്കിൽ നിങ്ങളുടെ വായിന്ന് എന്തെങ്കിലും വാങ്ങിത്താ കൊടുക്ക്. അരണ്ട് ഇദ്ദേഹം ഷഡ്ഡിട്ട് നടക്കണോ? ജോക്കറാക്കി, അത്രേ ഉള്ളൂ. എല്ലാവരും ജോക്കറാക്കി. നമ്മൾ ഈ റൂൾ ഉള്ളതുകൊണ്ടാണ് ഇതിട്ട് നിൽക്കുന്നത്. നമുക്കുണ്ട് മണവും ഇതൊക്കെ പറഞ്ഞു. ഷാനവാസിനോടും പറഞ്ഞു. പക്ഷെ ഷാനവാസ് മാന്യത കാണിച്ചു. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് നീ ചെയ്യാത്തത്. ഇവരെല്ലാവരും കുറച്ചും കൂടെ മെച്യൂരിറ്റി കാണിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. എല്ലാവരും ബാഡ്ജ് കൈവശമില്ലാത്തവർക്ക് ഇവിടെ നിന്ന് നൽകിയ 2 ജോഡി വസ്ത്രങ്ങളും ചെരുപ്പും മറ്റ് അവശ്യ വസ്തുക്കളും മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ബാക്കി എന്ത് സാധനങ്ങൾ കൈവശമുണ്ടെങ്കിലും അത് സ്റ്റോറൂമിൽ വെക്കേണ്ടതാണ്. വൈകിട്ട് 6:55. ഇല്ലല്ല, ഞാൻ ഉറങ്ങിയില്ല. അന്നത്തെ ദിവസം എന്നെ കൊണ്ട് പിടിച്ചേക്കാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ നിങ്ങൾ വന്ന് എന്റെ ദേഹത്തൂടെ വീണതും വെള്ളം ഉറക്കം ഉറങ്ങിക്കണം. എങ്ങനെ നല്ല അതിപ്പോ നമുക്ക് ഉറക്കം നടിക്കാൻ വിളിക്കാൻ പറ്റില്ല എന്ന് പറയാറില്ലേ, അങ്ങനെ ചൊല്ലുണ്ട്. അതേപോലെ തന്നെ ഉറങ്ങിയിട്ട് അത് ഞാൻ നടിക്കരുന്ന് പറഞ്ഞാൽ അതിപ്പോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു ഷാനവാസേ, പറയ്. ഐ എം എ ബെസ്റ്റ് ആക്ടർ ഓൺ ടെലിവിഷൻ ആക്ടർ. ഒരുപാട് നീ എനിക്കിട്ട് അഭിനയം പഠിപ്പിച്ചാറില്ലേ. ഞാൻ ഉറങ്ങിക്കണെന്നുള്ളത് ഞാനല്ലേ പറയേണ്ടത്, നിങ്ങളാണോ? അതെന്ത് സംസാരമാണ്? ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഇല്ലാന്ന് എങ്ങനെ നിങ്ങൾ പറയാം? കൂർക്കം വലിക്കുന്ന പറഞ്ഞാൽ ഞാൻ കൂർക്കം വലിച്ചാലേ നിങ്ങൾ വന്ന് പൊക്കുള്ളൂ. എന്നെ ശാരീരിക വന്നുകൊണ്ട് ടെസ്റ്റ് അടിക്കുകയാണോ ഇതാക്കണോ എന്ന് എനിക്ക് അറിയാതെ ഞാൻ അങ്ങനെ കണ്ണുറക്കാൻ പറ്റില്ല. രണ്ടാമത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന 3 പെൺപിള്ളേരും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ബിൻസി കണ്ണടച്ച് ഉറങ്ങിപ്പോയി. എനിക്ക് അവളെ ഡൗട്ട്ഫുൾ ആയിരുന്നു. ശൈത്യം കണ്ണടച്ചിട്ടില്ല, മറ്റേ ജിജി അവളും കണ്ണടച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അവരെ വിശ്വാസത്തിൽ എടുക്കേണ്ടി വന്നു. കാരണം അതുവരെ എനിക്ക് ഡൗട്ട്. അപ്പൊ നിങ്ങൾ ഗുളിക കഴിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് അത് അത്രയും വയ്യാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട് സെന്റി അടിച്ചത് നമ്മൾ പൊട്ടന്മാരായി. അല്ല, നിങ്ങളുടെ സെന്റിമെന്റ്സ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങളെ പ്രശ്നമല്ല ഷാനവാസ് ഭായ്, നിങ്ങളെ പ്രശ്നമല്ല. നിങ്ങളുടെ സെന്റിമെന്റ്സ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രശ്നമല്ല എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രശ്നമല്ല. രാത്രി 7:05. 2 ദിവസം കൂർക്കം വിളിച്ച് അഭിനയിക്കരുത്. ഞാൻ നല്ല ആക്ടറാണെന്ന് അഭിനയിക്കുമായിരുന്നോ ഷാനവാസിക്ക? അത് അഭിനയമായിരുന്നോ? അതെ. അങ്ങനെയാണ് പിന്നെ അവര് വന്നപ്പോൾ എന്താ കണ്ണുറക്കാണത്? ഞങ്ങൾ തട്ടിയിട്ടൊക്കെ എന്താ കണ്ണുറക്കാഞ്ഞത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ വിളിച്ച് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തപ്പോഴേക്കും ഷാനവാസിക്ക് എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞില്ല? നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളവിടെ കൊണ്ടുപോകാൻ ഞാൻ പണിയെടുത്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഇനി ഇവിടെ കയറി കഴിഞ്ഞാലും നിങ്ങളെ എടുത്ത് കൊണ്ടുപോകാനല്ല. അപ്പൊ നിങ്ങൾ നാഴിക്ക് 40 വട്ടം കിടന്ന് പറയുന്നുണ്ടല്ലോ മരുന്ന് കഴിക്കുന്ന കാരണം എനിക്ക് ഉറക്ക ക്ഷീണമാണ്, അങ്ങനാണ് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു. അഭിനയം ഞങ്ങളുടെ ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ ഇറങ്ങും. എന്റെ കൂടെയുള്ളവർ എന്നെ ഒറ്റില്ലെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ അവിടെ ഇരുന്ന് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞു അവിടെ ഇരുന്ന് പറഞ്ഞതാ. ഷാനവാസിക്ക. പക്ഷെ ഒരു കാര്യമുണ്ട്, രണ്ടാമത്തെ ദിവസം ഞാൻ നന്നായിട്ട് ഉറങ്ങി. എന്തുകൊണ്ടാ?
ഒരു ദിവസം കൊണ്ട് എനിക്ക് ഇവരുടെ ആത്മാർത്ഥത മനസ്സിലായി. ഒരു ദിവസം ഈ ഫുള്ള് കിടന്നുറങ്ങിക്കല്ലേ അഭിനയിക്കരുതായിരുന്നു ചേട്ടാ. അതൊരു ഫേക്ക് പോലെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവര് വരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ജിസേലിനെ പറഞ്ഞു കൊടുക്കും. ജിസേലും നോക്കുന്നുണ്ടായിരുന്നു അല്ലേ? 2 ദിവസം ഉറങ്ങിയിട്ടില്ല. അത് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പുറത്ത്. അല്ലെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കായിരുന്നു ഇവരെ കാണിച്ചു കൊടുക്കായിരുന്നു. ദേണ്ട ഷാനവാസിക്ക് ഉറങ്ങുന്നു, എടുത്തോണ്ട് പൊക്കോളാന്ന് പറയായിരുന്നു. എല്ലാം ഓക്കെ. തനിക്ക് അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. വിളിക്കണ്ട, അത് വീട്ടിൽ വിളിച്ചാൽ മതി. വിളിക്കണ്ട പറഞ്ഞു, ആ വീട്ടുകാരെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ട. എന്നാ വിളിച്ചോ. ഷാനവാസിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് ഞങ്ങൾക്ക് പറയണായിരുന്നു. ഒറ്റയ്ക്ക് കളിക്കണം, നമ്മൾ 4 പേരും പുറത്താണ്, നിങ്ങൾ നിങ്ങളുടെ വാ നോക്കണം. ഞങ്ങൾ അല്ലാതെ വെറുതെ നടന്ന ഇവര് 3 പേരെ വിശ്വസിച്ചിട്ട് ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? അതും അതിന്റെ കൂടെ പറഞ്ഞു. എടോ ഇത്രയൊക്കെ വിളിക്കണ്ട, ഇത്രയൊക്കെ കാണിച്ചിട്ട് എങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കുന്നേ? ഇത്രയൊക്കെ കാണിച്ചിട്ട് എങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കുന്നേ? ഇത്ര ഇരട്ടത്താപ്പ് ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് ഫൂളാക്കി ഗെയിം കളിക്കുള്ള അന്തസ്സായിട്ട് കളിക്കണം ചേട്ടാ. ഗെയിം കളിക്കും, വായ മൂടലല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ കളിക്കാനാ വന്നിരിക്കുന്നത്. എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം കണ്ണും മയങ്ങി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ മുഴുവനാകട്ടെ. ഉറങ്ങിട്ടില്ല. ഞാൻ ഉറക്കൊഴിച്ച് എനിക്ക് അന്നത്തെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ഏത് നിമിഷവും ഞാൻ ഉറങ്ങി പോകുന്നുള്ളത് എനിക്കറിയാം. ശരി, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്തിനാ പറഞ്ഞത് ഞാൻ അഭിനയിച്ചതായിരുന്നെന്ന്? ഞാൻ അഭിനയിച്ചത് തന്നെ ഇവിടെ നടന്റെ ഞാൻ ചെയ്ത സത്യസന്ധമായിട്ട് പറഞ്ഞതിൽ എന്താ തെറ്റ്? രാത്രി 7:30. ഇത് നിങ്ങളുടെ വീക്കിലി ടാസ്കിന്റെ അവസാന ഘട്ടം. വെള്ളയും കറുപ്പും നിറങ്ങളിലുള്ള കോയിനുകളാവും ഇത്തവണ ഉണ്ടാവുക. ഇതിൽ വെള്ള നിറത്തിലുള്ള കോയിനുകൾ മാത്രമേ എണ്ണപ്പെടുകയുള്ളൂ. കോയിനുകളെല്ലാം ഫോയിൽ പേപ്പറിനുള്ളിൽ പൊതിഞ്ഞിട്ടുണ്ടാവും. ഗാർഡൻ ഏരിയയിൽ ചിതറിക്കിടക്കുന്ന രീതിയിലാവും കോയിനുകൾ കാണപ്പെടുക. അറിയിപ്പ് ലഭിക്കുമ്പോൾ 8 മത്സരാർത്ഥികളും വീടിന് മുൻപിലുള്ള മാർക്കിൽ വന്നു നിൽക്കുക. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഗാർഡൻ ഏരിയയിലേക്ക് ഓടി വന്ന് കോയിനുകൾ ശേഖരിക്കേണ്ടതാണ്. അടുത്ത ബസർ കേൾക്കുമ്പോൾ മത്സരം നിർത്തുക. പ്രത്യേകം ഓർക്കുക, അടുത്ത പണിപ്പുര പ്രവേശത്തിനായിട്ടുള്ള അവസാന അവസരമാണിത്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. രാത്രി 7:40. നാലാം ദിവസം രാത്രി 7:45. ബിഗ് ബോസ് വെള്ള നിറത്തിലുള്ള കല്ലുകൾ 10. ബിഗ് ബോസ് 6 ബ്ലാക്ക് 15 വൈറ്റ്. ബിഗ് ബോസ് 8 വൈറ്റ് 10 വൈറ്റ് 9 വൈറ്റ് 15 7 വൈറ്റ് 7 വൈറ്റ് ആണ് കേട്ടോ. 7 വൈറ്റ്. 2 ദിവസങ്ങളായി നടന്ന ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി എന്ന ടാസ്കിൽ അവസാനം വരെ മത്സരിച്ച 8 പേർ നേടിയ പോയിന്റുകൾ: റെന 23 പോയിന്റുകൾ, അനീഷ് 26 പോയിന്റുകൾ, ജിസേൽ 26 പോയിന്റുകൾ, ബിന്നി 27 പോയിന്റുകൾ, ഷാനവാസ് 29 പോയിന്റുകൾ, അഭിലാഷ് 29 പോയിന്റുകൾ, ആര്യൻ 36 പോയിന്റുകൾ, അക്ബർ 37 പോയിന്റുകൾ. ഈ ടാസ്കിൽ അക്ബർ വിജയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അക്ബറിന് മാത്രമായിരിക്കും അടുത്ത തവണ പണിപ്പുരയിൽ പോകാൻ അവസരം ലഭിക്കുക. നാലാം ദിവസം രാത്രി 8:30. 2 പേരെടുത്ത് കൂടിയിട്ട് എന്നെ
ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്തത്. അവനുള്ളിലേക്ക് കയറ്റിയത്. എനിക്ക് അവനൊരു ഹീറോ ആയിട്ട് വരുന്നത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അല്ല, ഞാൻ പറയാ, അത് നിങ്ങൾക്കൊന്ന് തോന്നിയിട്ട് എനിക്ക് കാര്യമില്ല. 72 മണിക്കൂർ ഉറങ്ങാതെ ഉള്ളിലേക്ക് കടന്നു എന്നുള്ള സാധനം അവൻ അടിക്കും. അപ്പൊ ഞങ്ങൾ പറയും, എടാ നീ ഉറങ്ങിയില്ലേ? ഞാനിത് അപ്പാൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, നീ ഉറങ്ങിയിട്ടല്ല ഇങ്ങോട്ട് കയറിയത് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലെ അതൊക്കെ ഞാൻ അഭിനയിക്കായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ അവൻ പറയും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവൻ വന്ന് പറഞ്ഞു ഓൾറെഡി. എൻ്റെ തീരുമാനം എന്തുകൊണ്ടും ശരിയായി. ഞാൻ അപ്പാനി ഇവരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് ഇവനെ പറയണ്ടായിരുന്നു, അവൻ ഉറങ്ങി, ഇപ്പം എന്തായി? അവനെ വെക്കാൻ പറ്റൂല. അവനെ അവിടെ തന്നെ വെച്ച് ഇപ്പൊ നിങ്ങളുടെ ആരൊരാളെ മാറ്റിയിട്ട് നോമിനേഷനൊന്നും അല്ലല്ലോ, ഇത് ഈ ഒരു ടാസ്ക്കാണ്. ഇതിൽ നിങ്ങൾ ആരെങ്കിലും മാറ്റിയിട്ട് വേറൊരാൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ് തരാൻ നിങ്ങൾക്ക് പറ്റണം അവൻ അവിടെ ആ ബോക്സിൽ വീഴണം എന്നുള്ളത്. ആ ഉറപ്പ് എനിക്ക് ആ ഉറപ്പില്ല. ഇവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ അതുപോലെ കുറച്ച് നേരത്തിന് ഞാൻ ടെൻഷൻ അടിച്ച് നടന്നിരുന്നത്. കാരണം എനിക്ക് എൻ്റെ തീരുമാനം ഇത് മാത്രമാണ്. അവനൊരു ഹീറോ ആയിട്ട് വരരുത് ഉള്ളിലേക്ക്. എൻ്റെ ഔദാര്യത്തിൽ വന്നു എന്നുള്ളൊരു സാധനം എനിക്ക് കൊണ്ടുവരണം. അവന്റെ ആ ഗെയിം പ്ലാൻ പൊളിക്കണം. അവൻ അത് കംപ്ലീറ്റ് ചെയ്യണ്ട. പക്ഷെ അവൻ വന്നിട്ട് അവൻ ആ സാധനം കൂടെ അടിച്ചപ്പോഴാണ് എനിക്ക് സമാധാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒറ്റ സാധനത്തിന്റെ പേരിലാണ് എനിക്ക് ഇത്ര സംസാരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഞങ്ങളുടെ ഇടയിൽ എന്താ സംഭവിച്ചത്. ഞങ്ങളെ വിളിച്ചിരുത്തി 4 പേരെ മാറ്റി ക്ലാസ് വരുന്നു, പുള്ളി കൺവിൻസ് ചെയ്യുന്നു, കുറെ ഗെയിം പ്ലാനുകൾ മെനയുന്നു, നിങ്ങളോട് ആലോചിക്കാൻ അവിടെ നിന്ന് ആലോചിക്കാന്ന് പറയുന്നു. ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ട് ഇവളുമാർ 2 പേര്, 2 പിള്ളേര്, ഇവര് 2 പേര് ഉറങ്ങാറുന്നു. ഒരു കുഞ്ഞുവാവനെ നോക്കുന്ന പോലെ നോക്കിയത്. അതെ, എടുത്തു. എനിക്ക് ഇന്നലെ മനസ്സിലായിരുന്നു പുള്ളിയുടെ. എന്നിട്ട് ഈ പെങ്കൊച്ചിനെ പൊക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് ആ കട്ടിലെ കാലെവിടെയാണ്, കറക്റ്റ് ബോർഡറിൽ ഇവള് ഞെട്ടി നിൽക്കുക. ഞാൻ രണ്ടാമത് നോക്കിയത് അയാൾ എന്ത് ചെയ്യുമായിരുന്നെന്നാ. അവിടെ പഴമഴിയോടെ കിടക്കുമായിരുന്നില്ലേ? അതാ പറഞ്ഞത്, എണീറ്റിട്ട് മിണ്ടാണ്ട് കിടക്കായിരുന്നില്ലേ? ഒരു ഹെൽപ്പ് ചെയ്യാൻ ആൾക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടബോധം, ഉച്ചബോധം, ടെൻഷനോ ഒന്നുമില്ലായിരുന്നല്ലോ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറഞ്ഞാല് അത് ഇപ്പൊ നീ എങ്ങനെ കളിക്കണം നിന്റെ മാത്രം ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോ ഞാൻ എടുത്തൊരു തീരുമാനമാണ്, എന്തു വന്നാലും തല്ല പോണ കേസ് വന്നാലും വ്യക്തിത്വം, നമ്മൾക്കുള്ളിലുള്ളൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് പണയപ്പെടുത്തിക്കൊണ്ട് ഏതറ്റം വരെയും പോകും. ഇത് പണയപ്പെടുത്താണ്ട് ഇവളും ജിസയിലും നല്ല നിന്നിട്ടുണ്ട്. നീയാണ് കുറച്ച് കൂടുതൽ ഉറങ്ങിയിട്ടുണ്ടാവുക അല്ലേ? കറക്റ്റ് മുഖം മൂടി അങ്ങോട്ട് വിട്ടു. ഭയങ്കര മാസമായിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് ആ ഡയലോഗ് അടിച്ചതാ. സ്വന്തം ഉറക്കം കളഞ്ഞ് ജിസയില് പകൽ കിടന്നുറങ്ങുന്നില്ല, പട്ടി കുറിക്കുകയും ചെയ്തു. ഇപ്പൊ എന്നിട്ട് പോയി വലുതായിട്ടൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. എനിക്ക് ആരെയും വിശ്വാസം ഇല്ലടി ഇവിടെ. രാത്രി 9 മണി. But I've never met a Mallu boy. Okay, so you want to date a Mallu guy? I will, I might. നടക്കത്തില്ല. കാരണം ഈ സിറ്റുവേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കും. ഞാൻ നിന്നെ ഒരു നല്ല ചെക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മോഡൽ ഫ്രം ബോംബെ, he will date you. The best. You know what, I'm also better than him. എന്താ പറയുക? I will find a very good boyfriend for him. Boyfriend for him. I want boyfriend. I want girlfriend. Girlfriend? നോണോ പറഞ്ഞല്ലേ? Yeah. Because it's another topic. പക്ഷേ ഞാൻ കൊക്കിന് ജീവനോട് ഇവിടെ ഇരിക്കും. Who is കൊക്കിന് ജീവൻ? എന്റെ കൊക്കിന് ജീവനോട് ഇരിക്കുമ്പോ that's a talk. I will never. He was like, give you a chance to date a Mallu guy. Oh really? Yes. എന്റെ ഫ്രണ്ട് എന്നെ പോലെ തന്നെ സിംഗിൾ ആയിരിക്കണം. ഇപ്പൊ ഞാൻ സിംഗിൾ ആണ്. പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡേറ്റ്, ബട്ട് ഇതിന്റെ ഉള്ളിൽ സമ്മതിക്കണം. ഇനി അഥവാ ഇല്ലെങ്കിൽ ഞാനില്ല സമ്മതിച്ച് നിങ്ങൾ ഇനി എന്റെ അടുത്ത് മിണ്ടാൻ നിൽക്കണ്ട, കാര്യം തീർന്നില്ലേ? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇല്ല. പാർട്ടീസ് Anil Chetan will throw good like barbecue parties, like with good food. The whole vibe. So can I tell him that you will go and tell him? No. ഇത് ഓൾറെഡി എനിക്ക് ഇപ്പോഴേ കത്തിയതാണ്. നടക്കില്ല എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിക്കും. ഞാൻ ഈ സംഭവം നടക്കില്ല. അല്ല അനിയല്ലേ നല്ലപോലെ അറിയാം. അവൻ എന്നോട് പറഞ്ഞത് ആദ്യം എന്ത് വേണം അവന്. He told me that. He said he likes a girl. Somewhat spark is there, something like that. Certain girl that he likes. Something he was talking to me about. Which is your ഇതൊരു മലയാളം ഷോയല്ലേ? മലയാളം പോരെ? സോറി ബിഗ് ബോസ്. തീർച്ചയായും. രാത്രി 9:15.
ഇനി ഈ വീക്ക് ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ എത്ര ദിവസം? 2 ദിവസം കൂടിയുണ്ട്. ഇത്രയും മാവേ ഉള്ളൂ, അരിയില്ല, ഒന്നുമില്ല. ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഒരു നേരത്തെ ഫുഡ് മാത്രം ഉണ്ടാക്കാൻ പറ്റും 20 പേർക്കുള്ള. വേറെ ഒരു സാധനവും നമ്മുടെ ഇല്ല. പരിപ്പ് കറിയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, അരിയില്ല, ഗോതമ്പില്ല. ഞാൻ വന്ന് പറയാൻ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ടാസ്കിൽ പോകുമ്പോൾ എനിക്കുണ്ടാവില്ല 2-3 ഡ്രസ്. അപ്പോൾ ഓക്കെ ശരി, പട്ടിണി കിടക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാരും പട്ടിണി കിടക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഇവന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇവൻ പട്ടിണി കിടക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷൻ ഇതാണ്, നമുക്ക് കറിയില്ലെങ്കിലും ഒരു നേരം ചപ്പാത്തി ഉണ്ട കിട്ടിയാലും തിന്നണമെങ്കിൽ ഗോതമ്പ് മാവേലും വേണം, അല്ലെ അരിയിലും വേണം. ഇത് രണ്ടിലും ഏതെങ്കിലും സാധനം പോകുമല്ലോ ജനറലായിട്ട്. അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞ ഇത്ര സാധനമേ ഉള്ളൂ. ഡ്രസ് ഇപ്പം ഡ്രസ് ഇട്ട് വിശന്നിരിക്കും 2-3 ദിവസം എങ്കിലും ഓക്കെ. അത് ഇത്രയും പേരും വിശന്നിരിക്കണം. രാത്രി 9:25. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഈ ടാസ്കിൽ ഇന്ന് രാത്രി മുതൽ ശൈത്യയ്ക്കും ബിൻസിക്കും ജിസേലിനുമൊപ്പം ഷാനവാസിന് പകരം രഞ്ജിത്തായിരിക്കണം പുറത്ത് വസിക്കേണ്ടത്. ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഉള്ളിലുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് മാത്രമല്ല, ഗാർഡൻ ഏരിയയിലുള്ള ഈ ടാസ്കിലുള്ള മറ്റ് 3 പേർക്കും ഉറങ്ങുന്നയാളെ കട്ടിലോട് കൂടെ എടുത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന റെഡ് സോണിൽ വയ്ക്കാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ ആ വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരിക്കും. ഇത്തരത്തിൽ പുറത്തുള്ള 3 പേരും ചേർന്ന് ഒരാളെ പുറത്താക്കിയാൽ ഈ 3 പേർക്കും അപ്പോൾ മുതൽ വീട്ടിനുള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. ബാക്കി നിയമങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ലൈറ്റ്സ് ഓഫിന്റെ സമയം മുതൽ ടാസ്ക് ആരംഭിക്കുന്നതാണ്. രാത്രി 9:55. കുറെ സൈക്കോസ് are people who enjoy. He provokes people and then he enjoys. Yeah, people who provoke and enjoy it. There are people who are more of psychos. Yeah. रात्रि वन्ने. कितनी मेहनत करवा रहे हो. The time has come where the war begins. Good night यार. उसने मुझे ये बोल दिया, इसने शाहनवाज ने, अब मैं आगे से बिल्कुल नहीं. वो तो मैंने कहा यार तू ऑब्वियसली नहीं बोलेगा ना, अब आगे से तो तेरा काम खत्म ही हो गया ना मुझसे. അർദ്ധരാത്രി 12:30. ഏതാ വലിയ ഡോളിൽ ഇത്ര ബാർബി ഡോൾ പോലെ കറക്റ്റാ. ചുണ്ടും മൂക്കും എല്ലാം അങ്ങനെ, കണ്ണും കിടപ്പ് കണ്ട. എടി അതാ ഞാൻ ഓർത്തി ലിപ്സ്റ്റിക് ഇത് എവിടുന്ന് മുമ്പേ ഇല്ലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നില്ല, പുള്ളിയുടെ കയ്യിലുണ്ട് ലിപ്സ്റ്റിക്. എന്ത് പിന്നെ കൊടുക്കാത്ത എനിക്കറിയില്ല. പറഞ്ഞതല്ലേ ഇനി മോർണിംഗ് തരത്തില്ലെന്ന്. ഇവരെല്ലാരും ഇന്നലെ ഉറങ്ങടി, ഞാൻ മാത്രം ഉറങ്ങിയില്ല. കണ്ടു കാണാനുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ കട്ടിലിൽ ആരെങ്കിലും കിടക്കണ്ടേ? ജിസേൽ ജിസേൽ വിളിക്ക്. ജിസേൽ കിടക്ക്, കട്ടില് കയറി കിടക്ക്. എനിക്കറിയാം നിങ്ങളെ തീരുമാനിക്കേണ്ടതാ, ഞാനല്ല. ബാബാ ഞാൻ ഉറങ്ങി വീഴുവരെന്നെ കൊണ്ടുപോകും. 4-ാം ദിവസം പുലർച്ചെ 1:25. എന്നാൽ ഞാനിത് എവിടെ കിടക്കാൻ പോവാ? വെളുപ്പിന് ആരെങ്കിലും ഒരാളെങ്കിലും എണീക്കണം. പക്ഷേ അല്ലയാ, പക്ഷെ നമ്മളിവിടുന്ന് പോയാലേ ഉറങ്ങും. അത് വേറെ കേസ്. ബിൻസിന് ഒറ്റ കൊടുക്കാൻ പറ്റില്ല, അതിനകത്ത് കിടക്കണ അവളെ കൊടുക്കാൻ പറ്റില്ല. ആകെ പറ്റുന്നത് ശൈത്യനെ മാത്രമേ ഉള്ളൂ. ശൈത്യമാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങൂല, ഇങ്ങനെ ഒട്ടും ഉറങ്ങുകയില്ല. നേരം വെളുക്കുന്നവരെ ഇങ്ങനെ ഇരിക്കും ഇതേപോലെ. ഞാൻ പറഞ്ഞു ഇപ്പം നമുക്കൊന്ന് മാറിയിട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വെളുക്കാറാകുമ്പം വരാം. എൻ്റെ ഐഡിയ അതാണ്. ശൈത്യ കട്ടിൽ കിടന്ന് ഉറങ്ങും, വെളുക്കാറാകുമ്പോൾ ശൈത്യ തൂക്കത്തോട്ട് വെച്ചാലോ നടക്കൂ. പക്ഷെ ഒരു സാരടാ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലേടാ. ഭാരം ആറാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി, എനിക്ക് പറ്റണ്ടേ, അത് ചെയ്യണ്ടേ. പക്ഷേ
അവളെ എന്തോ മനസ്സിലെന്തോ കാരണം അവൾ അങ്ങനെയല്ല നമ്മളുമായിട്ട് ഞാനുമായിട്ട് ഒരു പക്ഷെ അതൊക്കെ പക്ഷെ എനിക്ക് ഒരാൾ ഔട്ടാക്കുകയും വേണം. നാലാം ദിവസം പുലർച്ചെ 1:50. ഷാനവാസിനെ അടിച്ചു കളയും. ആ ടോക്ക് ഷാനവാസ് കൊടുത്തതല്ലേ, ഇട്ടു കൊടുത്തതാണ്. മുന്നില്ല ഡൗട്ട് വന്നിട്ടാണ്. ഞാൻ പറയട്ടെ, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. 1-on-1 വന്നാൽ അളിയ അത് ഗെയിമാണ്. അത് നമ്മൾ അത് ഒരു മാറ്റമില്ല. പക്ഷേ ടീം കളി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിവിടെ ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വിശ്വസിക്കൽ ഇസ് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എവിക്ഷനിൽ ബീൻസി പോകണം. ജിസിലവിടെ ഇരിക്കട്ടടാ. ബീൻസ് ഈ എവിക്ഷനല്ല, നോമിനേഷനിലില്ലേ? നാലാം ദിവസം പുലർച്ചെ 2:45. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ ദോശ നിന്നിരുന്നോ? ഡോർ ഒന്നിയിലുണ്ടായിരുന്നു. ഇവിടെ ഒന്നിയിൽ പോയി അതിൻ്റെ സൗണ്ടാണ്. യു സ്ലീപ്പ്.